ഹായ് സ്റ്റുഡൻസ്, സിവിൽ ടിപ്സ് PSCയിലേക്ക് സ്വാഗതം. അതായത് നമ്മൾ എസ്റ്റിമേഷനിലെ ടെക്നിക്കൽ ടേംസ് ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ എസ്റ്റിമേഷൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ വീഡിയോ പോയി കാണുക. ഓക്കെ, ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്കിപ്പം സ്റ്റാർട്ട് ചെയ്യാം. എസ്റ്റിമേഷനിലെ ടെക്നിക്കൽ ടേംസ് ആണ് ഇന്ന് നോക്കുന്നത്. ആദ്യത്തെ ടൈമാണ് ബിൽ ഓഫ് ക്വാണ്ടിറ്റി. ഓക്കെ, BOQ എന്ന് പറയും. ഓക്കെ, എന്താണ് BOQ എന്ന് പറയും? ബിൽ ഓഫ് ക്വാണ്ടിറ്റി. ബിൽ ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ബിൽ ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ടെൻഡർ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ആ ടെൻഡർ ഇൻവൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഡോക്യുമെൻ്റാണ്. അതായത് ടെൻഡറിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ബിൽ ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. BOQ. ഓക്കെ, ടെൻഡറിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റിനെയാണ് ബിൽ ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അത് ഏത് ഡോക്യുമെൻ്റ് ആയിരിക്കാം? നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് പഠിച്ചപ്പോൾ രണ്ടും ഫോം നമ്മൾ അതിൽ പഠിച്ചില്ലേ? ഏതൊക്കെയാണ്? മെഷർമെൻറ്റ് ഓഫ് ക്വാണ്ടിറ്റീസും ദെൻ അതായത് ക്വാണ്ടിറ്റീസ് ഐറ്റംസിൻ്റെ ക്വാണ്ടിറ്റീസ് എടുക്കുന്ന ഒരു ഫോം പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അബ്സ്ട്രാക്റ്റ് ഓഫ് എസ്റ്റിമേറ്റ് എന്നൊരു ഫോം നമ്മളതിൽ കണ്ടു. ഓക്കെ, ഇതിൽ ഈ ഒരു ബിൽ ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഈ ഒരു അബ്സ്ട്രാക്റ്റ് ഫോമിനെയാണ്. ഓക്കെ, അബ്സ്ട്രാക്റ്റ് ഓഫ് എസ്റ്റിമേറ്റ് ഫോമിനെയാണ് നമ്മുടെ ബിൽ ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അതിൽ തന്നെ ആ ഒരു അബ്സ്ട്രാക്റ്റ് ഫോമിൽ തന്നെ നമുക്കറിയാം എന്തൊക്കെ ഡേറ്റാസാണ് നമ്മളുള്ളത്. സീരിയൽ നമ്പർ കാണും, ഡിസ്ക്രിപ്ഷൻ കാണും, ദെൻ ക്വാണ്ടിറ്റി കാണും, യൂണിറ്റ് കാണും, റേറ്റ് കാണും, പെർ യൂണിറ്റ് റേറ്റ് കാണും, എമൗണ്ട് കാണും, അല്ലേ? ഇതിൽ ഈ ഒരു ഫോമിൽ നമ്മൾ ഞാൻ പറഞ്ഞു ടെൻഡറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബിൽ ഓഫ് ക്വാണ്ടിറ്റി എന്ന ഫോം യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ ഒരു അബ്സ്ട്രാക്റ്റ് എസ്റ്റിമേറ്റ് ഫോമിൽ 2 കോളം ബ്ലാങ്ക് ആയിട്ടിരിക്കും. അതായത് ഏതൊക്കെ കോളമായിരിക്കും? റേറ്റിൻ്റെ കോളം, എമൗണ്ടിൻ്റെ കോളം. ഓക്കെ, റേറ്റിൻ്റെ കോളവും എമൗണ്ടിൻ്റെ കോളവും ബ്ലാങ്ക് ആയിട്ടായിരിക്കും ഇട്ടിരിക്കുന്നത്. അതെന്തിനായിരിക്കും ഇവിടെ? അത് കോൺട്രാക്ടറിന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അതായത് ഓരോ കോൺട്രാക്ടറിനും ചിലപ്പോൾ അവരുടെ റേറ്റ് വ്യത്യസ്തമായിരിക്കും അല്ലേ? സോ അതുകൊണ്ട് ഈ റേറ്റ് എന്ന കോളം, ഈ അബ്സ്ട്രാക്റ്റ് എസ്റ്റിമേറ്റ് ഫോമിലുള്ള റേറ്റിൻ്റെ കോളവും എമൗണ്ടിൻ്റെ കോളവും ഫില്ല് ചെയ്യേണ്ടത് ആരാണ്? കോൺട്രാക്ടറാണ് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് ബിൽ ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡോക്യുമെൻ്റ് യൂസ്ഡ് ഇൻ ടെൻഡറിങ് ഇൻ ദ അബ്സ്ട്രാക്റ്റ് estimate form if the column of rate and amount are left blank. ഓക്കെ, അതായത് റേറ്റിൻ്റെ കോളവും എമൗണ്ടിൻ്റെ കോളവും ബ്ലാങ്ക് ആയിട്ടായിരിക്കും ഇട്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് ബിൽ ഓഫ് ക്വാണ്ടിറ്റി. ഓക്കെ, ഇതിൽ ഈ റേറ്റിൻ്റെ കോളവും എമൗണ്ടിൻ്റെ കോളവും ഫില്ല് ചെയ്യുന്നത് കോൺട്രാക്ടർ ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്ത ടൈമാണ് EMD. ഓക്കെ, EMD എന്ന് പറഞ്ഞാൽ എന്താണ്? EMD എന്ന് പറഞ്ഞാൽ ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ്. ഓക്കെ, EMD എന്ന് പറഞ്ഞാൽ എന്താണ്? ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ്. ഈ ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ടെൻഡർ ഇൻവൈറ്റ് ചെയ്യുകയാണ് അല്ലേ? ഒരു കോൺട്രാക്ടറിനെ നമ്മൾ വിളിക്കുകയാണ്. അങ്ങനെ കോൺട്രാക്ടർ ഇപ്പോൾ ഒരു വർക്കിന് വേണ്ടിയിട്ട് കോൺട്രാക്ടറെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ആ ഒരു വർക്കിൻ്റെ ടോട്ടൽ എസ്റ്റിമേഷൻ കോസ്റ്റിൻ്റെ ഒരു സർട്ടൈൻ പെർസെൻറ്റേജ് ഈ ഒരു EMD അതായത് ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് ആയിട്ട് കോൺട്രാക്ടർ നമുക്ക് പേ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതിനെയാണ് EMD എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ടെൻഡർ, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബിൽഡിംഗ്, ഒരു വലിയൊരു ഫ്ലാറ്റ് വയ്ക്കാനായിട്ട് കുറേ കോൺട്രാക്ടറിനെ വിളിക്കുന്നു. അപ്പോൾ കോൺട്രാക്ടറിനെ വിളിക്കുന്നത് എങ്ങനെയായിരിക്കും? ആ ഒരു ഫുള്ള് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് പറഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നത് അല്ലേ? സോ കോൺട്രാക്ടർമാർ എന്ത് ചെയ്യണം? കോൺട്രാക്ടർമാർ ഈ വർക്ക് എടുക്കുമ്പോൾ കുറച്ച് എമൗണ്ട് ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്നൊക്കെ അവരുടെ കയ്യിൽ നിന്നൊക്കെ ചിലപ്പോൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു കോൺട്രാക്ടർ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു കോൺട്രാക്ടർ ആയിരിക്കണം ഇങ്ങനെയുള്ള വർക്കുകൾ എടുക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് അവർ ഒരു കോൺട്രാക്ടർ അല്ലെങ്കിൽ ടെൻഡർ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ തന്നെ, ടെൻഡർ സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ കോൺട്രാക്ടറിൻ്റെ കയ്യിൽ നിന്നും ആ ഒരു ടോട്ടൽ കൺസ്ട്രക്ഷന് ആവശ്യമായ ടോട്ടൽ കോസ്റ്റിൻ്റെ 2% കോൺട്രാക്ടറിൻ്റെ കയ്യിൽ നിന്നും വാങ്ങും. ഓക്കെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈൽ സബ്മിറ്റിംഗ് എ ടെൻഡർ ദ കോൺട്രാക്ടർ ഈസ് റിക്വയർഡ് ടു ഡെപ്പോസിറ്റ് സം എമൗണ്ട് വിൽ
with the department as a guarantee of the tender, it is about 2% of the total estimated cost. ഓക്കെ, 2% ആയിരിക്കും ഈ ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് പെർസെൻറ്റേജും ചോദിക്കാം, അല്ലാതെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യനും ചോദിക്കാം. സോ അതുകൊണ്ട് ആ ഒരു കാര്യം എന്താണെന്നും അറിഞ്ഞിരിക്കണം, ആ ഒരു പെർസെൻറ്റേജും എന്താണെന്നും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടെൻഡർ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ആ കോൺട്രാക്ടർ ആ വർക്കിൻ്റെ ഒരു ഗ്യാരണ്ടിക്ക് അല്ലെങ്കിൽ വർക്കിൻ്റെ ഒരു ഗ്യാരണ്ടിക്ക് അല്ലെങ്കിൽ ടെൻഡറിൻ്റെ ഒരു ഗ്യാരണ്ടിക്ക് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് കോൺട്രാക്ടർ ടോട്ടൽ എസ്റ്റിമേഷൻ കോസ്റ്റിന് 2% ഡിപ്പാർട്ട്മെൻറ്റിന് പേ ചെയ്യാം. ഓക്കെ, അതിനെയാണ് ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയും, ഇപ്പോൾ ഒരു കോൺട്രാക്ട് ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്യുകയാണ് എന്നൊരു കാര്യം പബ്ലിഷ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് വാങ്ങിക്കാതിരുന്നാൽ ഒരു 100 കോൺട്രാക്ടർമാർ വരും. ഓക്കെ, ഒരു 100 കോൺട്രാക്ടർമാർ വരും. പക്ഷേ ഇങ്ങനെ ഒരു സർട്ടൻ, ഇപ്പോൾ 1 കോടിയുടെ വർക്കാണ്, ആ 1 കോടി രൂപയുടെ വർക്കിൻ്റെ 2% ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് ആയിട്ട് അടയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എമൗണ്ട് അടയ്ക്കാൻ പറ്റുന്ന കോൺട്രാക്ടർമാർ മാത്രമേ ആ ടെൻഡർ ഇൻവൈറ്റ് ചെയ്യുന്നതിൽ പങ്കെടുക്കത്തുള്ളൂ. സോ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കൂടിയാണ് അവർ ഈ ഒരു ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്നത് വച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 2%, ഇപ്പോൾ 1 കോടിയിൽ 2% ആണ് ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് ആയിട്ട് കോൺട്രാക്ടർ അടയ്ക്കണമെങ്കിൽ അത്ര എമൗണ്ട് അടയ്ക്കാൻ ഉള്ള ഒരു കോൺട്രാക്ടർ ആയിരിക്കും വരുന്നത്. അപ്പോൾ അത്രയും അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, അത്രയും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ടർ ആയിരിക്കും ആ ഒരു ടെൻഡർ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. ഓക്കെ, ടെൻഡർ എടുക്കാനായിട്ട് വരുന്നത്. ഓക്കെ, അതാണ് ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ്. അപ്പോൾ ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അത് 2% ആണെന്ന് ഓർക്കുക. എന്തോന്നാണ് ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു കോൺട്രാക്ടർ ടെൻഡർ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടെൻഡറിൻ്റെ ഗ്യാരണ്ടിക്ക് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് കോൺട്രാക്ടർ പേ ചെയ്യേണ്ട എമൗണ്ടിനെയാണ് ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അത് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? അവിടെ ടോട്ടൽ എസ്റ്റിമേഷൻ കോസ്റ്റിൻ്റെ 2% ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്ത ടൈമാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. ഓക്കെ, അങ്ങനെ ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റായി 2% അടച്ചിട്ട് ഏതെങ്കിലും ഒരു കോൺട്രാക്ടർ ആ വർക്ക് ഏറ്റെടുത്തു. ഓക്കെ, ആ ടെൻഡർ ഏറ്റെടുത്തു. എന്നിട്ടും ആ കോൺട്രാക്ടർ തന്നെ ആ വർക്ക് ടെൻഡർ ഏറ്റെടുത്ത കോൺട്രാക്ടർ തന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായിട്ട് ഒരു 10% എമൗണ്ട് പേ ചെയ്യണം. ആ ഡിപ്പാർട്ട്മെൻറ്റിന് 10% എമൗണ്ട് പേ ചെയ്യണം. അതായത് ടോട്ടൽ എസ്റ്റിമേഷൻ കോസ്റ്റിൻ്റെ 10% എമൗണ്ട് പേ ചെയ്യണം. ഈ 10% എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പേ ചെയ്ത EMD കൂടെ ഇൻക്ലൂഡായ എമൗണ്ടാണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റായിട്ട് അടയ്ക്കേണ്ടതെന്ന് കരുതുക. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടയ്ക്കേണ്ടത്. എന്നാൽ അതിൽ 2 ലക്ഷം രൂപ EMD ആയിട്ട് ആ കോൺട്രാക്ടർ തന്നെ നേരത്തെ കൊടുത്തിട്ടുണ്ട്. സോ ബാക്കിയുള്ള 8 ലക്ഷം രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായിട്ട് കൊടുത്താൽ മതി. പക്ഷെ നിങ്ങൾ എക്സാമിന് ഇങ്ങനെ ചോദിക്കുമ്പോൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് 8 എന്ന് എഴുതരുത്, 10 എന്ന് തന്നെയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അതിന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 10% തന്നെയാണ്. ഓക്കെ, അപ്പോൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്താണ്? വൺസ് ദ ടെൻഡർ ഓഫ് എ കോൺട്രാക്ടർ ഈസ് അക്സെപ്റ്റഡ് ബൈ ദ ക്ലയൻറ്റ്, ദ കോൺട്രാക്ടർ ഈസ് ടു ഡെപ്പോസിറ്റ് അബൌട്ട് 10% ഓഫ് ദ എമൗണ്ട് വിത്ത് ദ ക്ലയൻറ്റ്. ദിസ് എമൗണ്ട് ഈസ് ഇൻക്ലൂസീവ് ഓഫ് ദ EMD ആൾറെഡി പെയ്ഡ് ബൈ ഹിം. ഓക്കെ, ആ ഈ 10% എന്ന് പറയുന്നത് നേരത്തെ EMDയിൽ 2% അടച്ചു, 2% എമൗണ്ട് അടച്ചു. ആ അടച്ച എമൗണ്ട് കൂടെ ഇൻക്ലൂഡ് ആയിട്ടാണ് 10% എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പിന്നീട് തിരിച്ചു കൊടുക്കും കേട്ടോ. അതായത് ഇപ്പോൾ ഒരു വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു വർഷത്തിനകത്ത് തന്നെ ആ ഒരു ബിൽഡിങ്ങിന് എന്തെങ്കിലും ക്രാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജോ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൽ നിന്ന് അത് ക്ലിയർ ചെയ്യാനുള്ള എമൗണ്ട് ആ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കും. ഓക്കെ, അങ്ങനെ ഒരു ഡാമേജും വന്നിട്ടില്ല എങ്കിൽ ഒരു സെർട്ടൻ പീരീഡ് കഴിഞ്ഞിട്ട് ആ എമൗണ്ട് കോൺട്രാക്ടർ തന്നെ തിരിച്ചു കൊടുക്കും. അതൊരു ഓരോ വർക്കിനും ഓരോ പീരീഡ് ആയിരിക്കും അത്. ഓക്കെ, അപ്പം ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെൻഡർ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ടോട്ടൽ എസ്റ്റിമേഷൻ കോസ്റ്റിൻ്റെ 2% കോൺട്രാക്ടർ ഡിപ്പാർട്ട്മെൻറ്റിന് പേ ചെയ്യണം. അതാണ് ഈ ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എത്രയാണ്? സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 10% ആണ്. അതിൽ EMD എന്ന പെർസെൻറ്റേജ് കൂടെ ഇൻക്ലൂഡ് ആയതാണ്. ഓക്കെ, ദെൻ അടുത്ത ടൈമാണ് കോൺട്രാക്ടർ പ്രോഫിറ്റിൽ. കോൺട്രാക്ടർ പ്രോഫിറ്റ് അത് വേറെ ഒന്നുമില്ല, ടോട്ടൽ എസ്റ്റിമേഷൻ കോസ്റ്റിൻ്റെ 10% ആണ് കോൺട്രാക്ടർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കോൺട്രാക്ടർ പ്രോഫിറ്റ് എത്രയാണ്? ടോട്ടൽ എസ്റ്റിമേറ്റ് കോസ്റ്റിൻ്റെ 10% ആണ് കോൺട്രാക്ടർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്താണ് ലംസം.
ഓക്കെ. ലംസം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എസ്റ്റിമേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ലെങ്ത്, വിഡ്ത്ത്, ഡെപ്ത്ത് അങ്ങനെയുള്ള ഡയമെൻഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എസ്റ്റിമേഷൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെ ഇപ്പോൾ ഒരു ഫർണിച്ചർ എടുത്തു കഴിഞ്ഞാൽ, എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫർണിച്ചർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും ഡെപ്ത്തും ഒന്നും നമുക്ക് എസ്റ്റിമേഷൻ എടുക്കുന്ന ടൈമിൽ അറിയാൻ പറ്റത്തില്ല. ഓക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഫർണിച്ചർ, ദെൻ ആ ഒരു ബിൽഡിങ്ങിൽ സോളാർ വെച്ചിട്ടുണ്ടെങ്കിൽ സോളാർ വയ്ക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട്, അതുപോലെ തന്നെ വേറെ എന്താണ്, ഫർണിച്ചർ, ആർട്ടിഫിഷ്യൽ സെപ്റ്റിക് ടാങ്ക്, ഇതിൻ്റെയൊക്കെ എമൗണ്ട് എസ്റ്റിമേഷൻ എടുക്കുന്ന ടൈമിൽ നമുക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും, എടുക്കാൻ പറ്റത്തില്ലായിരിക്കും. ഇങ്ങനെയുള്ള ഐറ്റംസിന് വേണ്ടിയിട്ട് ലംസം എന്നൊരു പേരിൽ ലംസം എന്ന ഭാഗത്ത് ഒരു സർട്ടൻ എമൗണ്ട് മാറ്റി വയ്ക്കും. അത് ഇത്ര പെർസെൻറ്റേജ് എന്നില്ല, അത് ഓരോന്നിനും ഓരോ വേരി ചെയ്തിരിക്കും. സോ ഇങ്ങനെയുള്ള, അതായത് ആർട്ടിഫിഷ്യൽ സെപ്റ്റിക് ടാങ്ക്, അതുപോലെ തന്നെ സോളാർ പാനൽ, ഫർണിച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു സർട്ടൻ എമൗണ്ട് മാറ്റി വയ്ക്കും. ഓക്കെ. അതിനെയാണ് എന്തോന്ന് പറയുന്നത്, ലംസം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ലംസം എന്ന് പറഞ്ഞാൽ എന്താണ്, ബൈ പ്രിപ്പയറിങ് ആൻ എസ്റ്റിമേറ്റ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു വർക്ക് ഔട്ട് ഇൻ ഡീറ്റെയിൽ ഓഫ് പെറ്റി ഐറ്റംസ്. ദ ഐറ്റംസ് അതർ ദാൻ സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ് ആർ നോൺ ആസ് ലംസം ഐറ്റംസ്. ഓക്കെ. ലംസം ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ഐറ്റംസ് അതർ ദാൻ സിവിൽ എഞ്ചിനീയറിംഗ്. ഓക്കെ. ദ ഐറ്റംസ് അതർ ദാൻ സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസിനെയാണ് ലംസം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നത് എന്തുവാ, സോളാർ പാനൽ വരാം, അതുപോലെ തന്നെ ഫർണിച്ചർ വരാം, ദെൻ ആർട്ടിഫിഷ്യൽ സെപ്റ്റിക് ടാങ്ക് ഉണ്ട്. ഇതൊക്കെ ആ ലംസം ഐറ്റംസിന് വരുന്നതാണ്. ഓക്കെ. പിന്നെ അടുത്തതാണ് വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഓക്കെ. വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഈ വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെർസെൻറ്റേജ് പഠിക്കണം. അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, 1.5 to 2% ആണ്. ഓക്കെ. വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് പെർസെൻറ്റേജ് എത്രയാണ്, 1.5 to 2% ആണ്. ഓക്കെ. വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് പെർസെൻറ്റേജ് എത്രയാണ്, 1.5 to 2%. 1.5 to 2% ആണ് വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ പെർസെൻറ്റേജ് വരുന്നത്. ഈ വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വലിയ വർക്കൊക്കെ ആണെങ്കിൽ അവിടുത്തെ മെറ്റീരിയൽസിന് പ്രൊട്ടക്ഷൻ, അതായത് മെറ്റീരിയൽസ് വേറെ ആരും എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് സെക്യൂരിറ്റിനെയൊക്കെ നിയമിക്കേണ്ടി വരും, അല്ലേ? അങ്ങനെ അപ്പോൾ സെക്യൂരിറ്റിക്ക് ഒരു എമൗണ്ട്, അതിന് ശമ്പളം കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ചില വർക്കിനൊക്കെ സൂപ്പർവൈസർ നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം സൂപ്പർവൈസർ നമുക്ക് നിയമിക്കേണ്ടി വരും. സോ അവർക്ക് സാലറി കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ വരുന്നത്. ഓക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ വരുന്നത്. അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എസ്റ്റിമേഷൻ കോസ്റ്റിൻ്റെ 1.5 to 2% ആണ്. ഓക്കെ. എസ്റ്റിമേഷൻ കോസ്റ്റിൻ്റെ എത്രയാണ്, 1.5 to 2% ആണ് എത്രയാണ് വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് വരുന്നത്. ദെൻ അടുത്താണ് കോണ്ടിൻജൻസീസ്. ഓക്കെ. കണ്ടിൻജൻസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ടിൻജൻസീസിന് പെർസെൻറ്റേജ് പഠിക്കണം. അത് 3 to 5% ആണ്. ഓക്കെ. 3 to 5% ആണ് കോണ്ടിൻജൻസീസ് വരുന്നത്. എത്രയാണ്, എസ്റ്റിമേഷൻ കോസ്റ്റിൻ്റെ 3 to 5% ആണ് കോണ്ടിൻജൻസീസ് വരുന്നത്. കണ്ടിൻജൻസീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ചിലവുകളെയാണ് ഈ കണ്ടിൻജൻസീസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ബിൽഡിങ് വെച്ചോ അല്ലെങ്കിൽ ഒരു എക്സ്കവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സ്കവേഷൻ ചെയ്ത് നമ്മൾ JCB ഒക്കെ വെച്ച് എക്സ്കവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ പെട്ടെന്ന് അടുത്തുള്ള കോമ്പൗണ്ടിൻ്റെ മതിൽ നമുക്ക് നമ്മുടെ JCB തട്ടിയിട്ട് പൊളിഞ്ഞു പോയി. സോ ആ മതിൽ എന്ത് ചെയ്യണം, നമ്മൾ തന്നെ നമ്മുടെ ചിലവിൽ പണി ചെയ്ത് കൊടുക്കണം. അത് പെട്ടെന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഒരു ചിലവാണ്. നമ്മൾ എസ്റ്റിമേഷൻ ചെയ്തപ്പോൾ അങ്ങനെ ആ ഒരു മതിൽ പൊളിയൊന്നും അങ്ങനെയൊന്നും അതിന് വേണ്ടി പ്രത്യേകിച്ച് എമൗണ്ട് ഒന്നും മാറ്റി വെച്ചില്ല. നമുക്ക് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഒരു ചിലവാണ്. സോ അതിനെയാണ് കണ്ടിൻജൻസീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യുമ്പോൾ തന്നെ ഒരു എമൗണ്ട് ഇത്രയും 3 to 5% നമ്മൾ മാറ്റി വയ്ക്കും. എസ്റ്റിമേഷൻ കോസ്റ്റിന് 3 to 5% മാറ്റി വയ്ക്കും. അതിനെയാണ്, ആ എമൗണ്ടിനെയാണ് എന്തോന്ന് പറയുന്നത്, ആ കണ്ടിൻജൻസീസ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അടുത്ത ടൈമാണ് സെൻറ്റേജ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ സൂപ്പർവിഷൻ ചാർജ്. ഓക്കെ. എന്താണ്, ഇവിടെ ഒരു ടൈം കൂടെ ഉണ്ടടാ, ടൂൾസ് ആൻഡ് പ്ലാൻസ് എന്നൊരു ടൈം കൂടെ ഉണ്ട്. ടൂൾസ് ആൻഡ് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പുതിയ വർക്ക് എടുക്കുമ്പോൾ ആ ഒരു വലിയ വർക്കൊക്കെ ആണെങ്കിൽ അതിന് അവിടത്തേക്ക് വേണ്ടിയിട്ടുള്ള ടൂൾസും അതൊക്കെ നമ്മൾ അഡീഷണൽ വാങ്ങണം, അല്ലേ? സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോസ്റ്റായിട്ട് പറയുന്നതാണ് ടൂൾസ് ആൻഡ് പ്ലാൻസിന് എസ്റ്റിമേഷൻ കോസ്റ്റിൻ്റെ 1 to 1.5% മാറ്റി വയ്ക്കും. എത്രയാണ്, 1 to 1.5% മാറ്റി വയ്ക്കും. അതാണ് ടൂൾസ് ആൻഡ് പ്ലാൻസ്. ഓക്കെ. ദെൻ അടുത്തതാണ് സെൻറ്റേജിൻ്റെ മറ്റൊരു പേര് എന്തൊക്കെയാണുള്ള, സെൻറ്റേജ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റൽ ഓർ സൂപ്പർവിഷൻ ചാർജ്. ഓക്കെ. സെൻറ്റേജ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റൽ അല്ലെങ്കിൽ സൂപ്പർവിഷൻ ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്ക് മറ്റൊരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുമ്പോൾ, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്ക്. ഓക്കെ. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വർക്ക്
PWD ഡിപ്പാർട്ട്മെൻറ്റിന് ചെയ്യാൻ കൊടുക്കുന്നെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ഈ PWD ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും ആ വർക്കിൻ്റെ ഡിസൈനിങ്ങും എല്ലാം പ്ലാനിങ്ങും എല്ലാം ചെയ്യുന്നത്. സോ അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈ PWD ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഡിസൈനിങ്ങിനും പ്ലാനിങ്ങിനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഒരു എമൗണ്ട് പേ ചെയ്യണം. അതിനെയാണ് എന്തോന്ന് പറയുന്നത്, പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ സൂപ്പർവിഷൻ ചാർജ് എന്ന് പറയുന്നത്. അത് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 10 മുതൽ 15% ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആയിരിക്കും. എസ്റ്റിമേഷൻ കോസ്റ്റിൻ്റെ 10 മുതൽ 15% അത്. ഓക്കെ, പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ ദ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ടേക്ക് അപ്പ് ദ വർക്ക് ഓഫ് അനദർ ഡിപ്പാർട്ട്മെൻറ്റ്, a percentage of estimated cost is charged to meet the expense of designing, planning, supervision. ഓക്കെ, ഒരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്ക് മറ്റൊരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡിസൈനിങ്ങിനും പ്ലാനിങ്ങിനും വേണ്ടിയിട്ടുള്ള എല്ലാ കോസ്റ്റും അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കൊടുക്കണം. അതിനെയാണ് എന്തോന്ന് പറയുന്നത്, പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ സൂപ്പർവിഷൻ ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ഇലക്ട്രിഫിക്കേഷൻ. ഓക്കെ, ഇലക്ട്രിഫിക്കേഷൻ സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈ വർക്ക്. ഇതിൽ ഈ ഇലക്ട്രിഫിക്കേഷന് എക്സ്ക്ലൂഡിങ് ഫാൻ ആൻഡ് ഫിറ്റിങ്സ്, അതായത് ഫാനും അതിൻ്റെ ഫിറ്റിങ്സൊന്നും ഉൾപ്പെടുത്താതെ ഇലക്ട്രിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ 8% മാറ്റിയിരിക്കുന്നത്. ഓക്കെ, ടോട്ടൽ എസ്റ്റിമേഷൻ കോസ്റ്റിൻ്റെ 8% മാറ്റുന്നത്. അതുപോലെ തന്നെ സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈക്ക് 8% മാറ്റി വയ്ക്കുന്നത്. ദെൻ അതുപോലെ തന്നെ ഫാൻ ആൻഡ് ഫിറ്റിങ്സിന് 4% ഓക്കെ, 4% അങ്ങനെ ടോട്ടൽ 20% മാറ്റി വയ്ക്കുന്നത്. ഓക്കെ, 20% എടുക്കുന്നത്. അപ്പോൾ എന്താണ് ഇലക്ട്രിഫിക്കേഷൻ സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈ വർക്കിന് ടോട്ടലായിട്ട് 20% അതിൽ 8% ഇലക്ട്രിഫിക്കേഷന് വേണ്ടിയിട്ട് മാത്രമാണ്. വീണ്ടും ഒരു 8% സാനിറ്ററിക്കും വാട്ടർ സപ്ലൈക്കും കൂടിയാണ്. 4% ഫാനിനും ഫിറ്റിങ്സിനും കൂടിയാണ്. ഓക്കെ, ദെൻ അടുത്ത ടൈമാണ് സബ് വർക്ക്. സബ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ലാർജ് വർക്ക് ഓർ പ്രോജക്റ്റ് മേ കൺസിസ്റ്റ് ഓഫ് സെവറൽ ബിൽഡിങ്സ് ഓർ സ്മാൾ വർക്ക് ആൻഡ് ഈച്ച് ഓഫ് ദീസ് വർക്ക് ഈസ് നോൺ ആസ് സബ് വർക്ക്. അതായത് ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റൽ ബിൽഡിംഗ് ആണ് വയ്ക്കുന്നതെന്ന് കരുതുക. അങ്ങനെ ഹോസ്പിറ്റൽ ബിൽഡിംഗ് നമ്മൾ വയ്ക്കുമ്പോൾ അതിൽ തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ടാവാം, അതുപോലെ ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ബിൽഡിംഗ് ഉണ്ടാവാം, ഫ്രണ്ടിൽ അതുപോലെ തന്നെ ഓരോ വാർഡും ഓരോ സെപ്പറേറ്റ് ബിൽഡിംഗ് ആയിരിക്കും. അങ്ങനെ ഓരോ ബിൽഡിംഗാണ്. ഇപ്പോൾ ഒരു ലാബിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ബിൽഡിംഗ് ആയിരിക്കും. അങ്ങനെ ആ ഓരോ സെപ്പറേറ്റ് ബിൽഡിങ്ങിനെയാണ് ഓരോ സബ് വർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കോളേജ് എടുത്തു കഴിഞ്ഞാൽ കോളേജിൽ ഓഫീസ് ബിൽഡിംഗ് ഉണ്ടാവും, ദെൻ ക്യാൻറ്റീൻ ഉണ്ടാവും, ടോയ്ലറ്റിന് വേണ്ടിയിട്ട് ഒരു ബിൽഡിംഗ് ആയിരിക്കും. അങ്ങനെയുള്ള ഓരോ ബിൽഡിങ്ങിനെയുമാണ് സബ് വർക്ക് എന്ന് പറയുന്നത്. ആ ടോട്ടൽ വർക്കിൻ്റെ സബ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു സ്കൂൾ എടുത്തു കഴിഞ്ഞാൽ സ്കൂൾ എന്ന് പറയുന്നത് ഒരു ടോട്ടൽ വർക്കാണ്. ആ ടോട്ടൽ വർക്കിൻ്റെ സബ് വർക്ക് ഏതൊക്കെയായിരിക്കും? ഓഫീസ് ബിൽഡിങ്, ദെൻ അതേപോലെ ക്യാൻറ്റീൻ ഒരു സബ് വർക്കാണ്, അതുപോലെ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഒരു സബ് വർക്കാണ്. അങ്ങനെയുള്ള വർക്കിനെയാണ് സബ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ടേമാണ് സബ് ഹെഡ് വർക്ക്. നമ്മൾ സബ് വർക്ക് എന്തെന്ന് പറഞ്ഞു. സബ് ഹെഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്കിലുള്ള ഒരു സബ് വർക്കാണ് ക്യാൻറ്റീൻ എന്ന് പറഞ്ഞു. ഓക്കെ, സ്കൂൾ എന്ന് പറയുന്ന ടോട്ടൽ വർക്കിൻ്റെ ഒരു സബ് വർക്കാണ് ക്യാൻറ്റീൻ എന്ന് പറഞ്ഞു. ആ ക്യാൻറ്റീനിൽ തന്നെ എർത്ത് വർക്ക് എക്സ്കവേഷൻ ഉണ്ട്, ഫ്ലോറിംഗ് ഉണ്ട്, അതേപോലെ ബ്രിക്ക് വർക്കുണ്ട്. ഇതുപോലുള്ള വർക്കിനെയാണ് സബ് ഹെഡ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സ്കൂൾ എന്ന് പറയുന്നത് ഒരു ടോട്ടൽ വർക്കാണ്. ആ ടോട്ടൽ വർക്കിൽ ക്യാൻറ്റീൻ എന്ന് പറയുന്നത് ഒരു സബ് വർക്കാണ്. ആ ക്യാൻറ്റീൻ എന്ന് പറയുന്ന സബ് വർക്കിൽ തന്നെ എർത്ത് വർക്ക് എക്സ്കവേഷൻ ഉണ്ട്, അതായത് ഫൗണ്ടേഷൻ ഉണ്ട്, ഫ്ലോറിംഗ് ഉണ്ട്, ബ്രിക്ക് വർക്കുണ്ട്. അതുപോലെയുള്ള വർക്കിനെ, അതായത് ഫൗണ്ടേഷന് സബ് ഹെഡ് വർക്ക് എന്ന് പറയുന്നു, ബ്രിക്ക് വർക്കിനെയും നമുക്ക് സബ് ഹെഡ് വർക്ക് എന്ന് പറയാം, ഫ്ലോറിങ്ങിനെയും സബ് ഹെഡ് വർക്ക് എന്ന് പറയാം. ഓക്കെ, ഇതിങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഫിനാൻഷ്യൽ കൺട്രോൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ നമുക്ക് സബ് ഹെഡ് വർക്ക് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാൻറ്റീൻ എന്ന ബിൽഡിങ്ങിൽ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഇത്ര എമൗണ്ട് ആയി, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ചിലവാക്കണം, ബ്രിക്ക് വർക്കിന് വേണ്ടിയിട്ട് ഇത്ര എമൗണ്ട് ആയി, അല്ലെങ്കിൽ ഇത്ര എമൗണ്ടാണ് ചിലവാക്കേണ്ടത് എന്ന ഒരു ഫിനാൻഷ്യൽ കൺട്രോളിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സബ് വർക്കും സബ് ഹെഡ് വർക്കും മനസ്സിലായെന്ന് കരുതുന്നു. സബ് ഹെഡ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ടേം സബ് ഹെഡ് വർക്ക് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദാറ്റ് സബ് ഡിവിഷൻ ഇൻ ടു വിച്ച് ടോട്ടൽ കോസ്റ്റ് ഓഫ് വർക്ക് ഈസ് ഡിവൈഡഡ് ഫോർ ഫിനാൻഷ്യൽ കൺട്രോൾ. ഓക്കെ, അതാണ് സബ് ഹെഡ് വർക്ക് എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് ബിൽഡിംഗ് കോസ്റ്റ് ഇൻഡെക്സ്. ഓക്കെ, അടുത്ത ടൈമാണത് ബിൽഡിംഗ് കോസ്റ്റ് ഇൻഡെക്സ്. ബിൽഡിംഗ് കോസ്റ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സ്റ്റാൻഡേർഡ് ഡാറ്റ ബുക്കും പഠിച്ചു, വേറെ എന്തോന്ന് പഠിച്ചു?
ഷെഡ്യൂൾ ഓഫ് റേറ്റ് എന്ന ബുക്കും പഠിച്ചു. ഈ ഷെഡ്യൂൾ ഓഫ് റേറ്റ് എന്ന ബുക്കിൽ ഇപ്പോൾ ഓരോ ഒരു മീറ്റർ ക്യൂബിന് അല്ലെങ്കിൽ ഒരു മീറ്റർ ക്യൂബിന് ഇത്ര എമൗണ്ട് എന്ന കാര്യം ഷെഡ്യൂൾ ഓഫ് റേറ്റ് എന്ന ബുക്കിലുണ്ടാവും. ഓക്കെ, ഇത് ഏതെങ്കിലും ഒരു ലൊക്കേഷനെ വെച്ച് ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു റേറ്റ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ഷെഡ്യൂൾ ഓഫ് റേറ്റ് ഡൽഹി എന്ന ലൊക്കേഷന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഷെഡ്യൂൾ ഓഫ് റേറ്റ് നിർണ്ണയിച്ചിട്ടുള്ളത്. ഓക്കെ, അത് എല്ലാ രാജ്യത്തും എല്ലാ സ്ഥലങ്ങളിലും ആ ഒരു റേറ്റ് ആകണമെന്നില്ല. അതായത് ഇപ്പോൾ ഹില്ലി ഏരിയാസിൽ അതിൽ ഡിഫറൻസ് വരാം, അതായത് ട്രാൻസ്പോർട്ടേഷൻ വരുമ്പോൾ അതിൽ ഡിഫറൻസ് വരാം. അതേപോലെ ഓരോ സ്ഥലങ്ങളിലും ഡിഫറൻറ്റ് വാല്യൂസ് ആയിരിക്കും. സോ ഈ ബിൽഡിംഗ് കോസ്റ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തിലും, ഇപ്പോൾ ഒരു കേരളത്തിലായാലും കേരളത്തിൽ തന്നെ കൊല്ലമായാലും കോഴിക്കോടായാലും തിരുവനന്തപുരമായാലും ഓരോ സ്ഥലത്തിനും ബിൽഡിംഗ് കോസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നൊരു വാല്യൂ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ബിൽഡിംഗ് കോസ്റ്റ് ഇൻഡെക്സ് 1.5 ആണെങ്കിൽ അവിടെ നമ്മൾ ഷെഡ്യൂൾ ഓഫ് റേറ്റിൽ ഒരു മീറ്റർ ക്യൂബിന് 500 രൂപയാണെന്ന് വെച്ചോ. ഒരു മീറ്റർ ക്യൂബിന് റേറ്റ് 500 രൂപയാണ്. സോ നമ്മൾ തിരുവനന്തപുരത്തോട്ട് വരുമ്പോൾ അവിടുത്തെ ബിൽഡിംഗ് കോസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1.5 ആണ്. സോ നമ്മൾ ഈ 1.5നെ 500 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും, എന്നിട്ടായിരിക്കും നമ്മളവിടെ റേറ്റ് നിർണ്ണയിക്കുന്നത്. ഓക്കെ, ഇനി കുറച്ചുകൂടെ ഹില്ലി ഏരിയാസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ 1.8 1.7 ഒക്കെ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഒരു 1.8 അല്ലെങ്കിൽ 1.7 എന്ന വാല്യൂവിനെ 500 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും, എന്നിട്ടായിരിക്കും നമ്മളവിടെ ആ ഒരു വർക്കിന് വേണ്ടിയിട്ടുള്ള റേറ്റ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് കോസ്റ്റ് ഇൻഡെക്സ് എന്ന ടൈം വെച്ചിരിക്കുന്നത്. ഇത് നിർണ്ണയിക്കുന്നത് ഒരു ബേസ് ഇയർ വെച്ചിട്ടായിരിക്കും. ആ ബേസ് ഇയർ വെച്ചിട്ട് ഈ ഒരു ഇത് പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ബേസ് ഇയർ വെച്ചിട്ടായിരിക്കും ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ബേസ് ഇയർ വെച്ചിട്ടായിരിക്കും ഈ ഒരു വാല്യൂ നിർണ്ണയിക്കുന്നത്. ഈ വാല്യൂ അങ്ങനെ ഒരു പെർസെൻറ്റേജ് കൂടിയോ അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് കുറഞ്ഞോ വരാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു 20% കൂടാം, 20% കുറയാം, അല്ലെങ്കിൽ ഒരു 50% കൂടാം, അല്ലെങ്കിൽ ഒരു 50% കുറയാം. ആ ഒരു ഇതിലായിരിക്കും ഈ ഒരു ബിൽഡിംഗ് കോസ്റ്റ് ഇൻഡെക്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ബിൽഡിംഗ് കോസ്റ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഓഫ് ദ കോസ്റ്റ് എബോവ് ദ കോസ്റ്റ് അറ്റ് എ സർട്ടൈൻ ബേസ് ഇയർ. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ പെർസെൻറ്റേജ് റൈസ് ഓർ ഫാൾ. ഓക്കെ, പെർസെൻറ്റേജ് വെച്ചിട്ടാണ് ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത ടേമാണ് ഡേ വർക്ക്. ഡേ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്കിപ്പോൾ ഒരു ആർട്ട് ചെയ്യണം, ആർട്ട് വർക്ക്, അതായത് ഒരു ഡ്രോയിങ് നമുക്ക് അവിടെ ഒരു വാൾ നമുക്ക് ചെയ്യണമെന്ന് വെച്ചോ. അത് 1 അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് അതിൻ്റെ വർക്ക് തീരും. അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചറൽ വർക്കൊക്കെ ആണെങ്കിൽ, ഒരു ആർക്കിടെക്ചറൽ ചെറിയ വർക്കൊക്കെ ആണെങ്കിൽ 1-2 ദിവസം കൊണ്ട് തീരും. സോ അതിനെയാണ്, അതായത് നമ്മൾ ഡേ ബൈ ഡേ പേ ചെയ്ത് കൊടുക്കുന്ന വർക്കിനെയാണ് ഡേ വർക്ക് എന്ന് പറയുന്നത്. അതായത് ഇന്നത്തെ ദിവസത്തിൻ്റെ വർക്കിൻ്റെ കൂലി ഇന്ന് തന്നെ കൊടുക്കുന്നു, അങ്ങനെയുള്ള വർക്കിനെയാണ് ഡേ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ടൈമാണ് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ആർട്ടിക്കിൾ അറ്റ് ദ ഷോപ്പ്. നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ആ സാധനത്തിന് ബില്ല് കിട്ടും. ആ ബില്ലിൽ എത്ര രൂപയാണോ ആ സാധനത്തിന് കൊടുത്തിരിക്കുന്നത് അതായിരിക്കും ആ ആർട്ടിക്കിളിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്ലംബിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കിന് ആവശ്യമായ എന്തെങ്കിലും ഒരു സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നു, ആ വസ്തുവിൻ്റെ അല്ലെങ്കിൽ ആ ആർട്ടിക്കിളിന് ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ ആ ഒരു ബില്ല് കിട്ടും. ആ ബില്ലിൽ അതിൻ്റെ എമൗണ്ട് കാണും, എത്ര എമൗണ്ട് ആണെന്ന് കാണും. ആ എമൗണ്ടിനെയാണ് ആക്ച്വൽ കോസ്റ്റ് കാണും. ആ ആക്ച്വൽ കോസ്റ്റിനെയാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? ഇറ്റ് ഈസ് ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ ആർട്ടിക്കിൾ അറ്റ് ദ ഷോപ്പ്. ഓക്കെ, ദെൻ അടുത്ത ടൈം വേണ്ട പ്രൊഫഷണൽ സമ്മ്. പ്രൊഫഷണൽ സം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു എസ്റ്റിമേഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ബിൽഡിങ്ങിൽ ഒരു ലിഫ്റ്റ് ഉണ്ടെന്ന് വെച്ചോ. ലിഫ്റ്റ് നമുക്ക് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ വർക്കാണ് ലിഫ്റ്റ്. ആ ഒരു സ്പെഷ്യൽ കൺസ്ട്രക്ഷൻ ടീമായിരിക്കും അന്ന് ആ ഒരു ലിഫ്റ്റിൻ്റെ വർക്ക് ചെയ്യുന്നത്. സോ ഇതിന് എത്ര രൂപയാകുമെന്ന് നമ്മൾ എസ്റ്റിമേഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് അറിയില്ലായിരിക്കും. സോ അങ്ങനെയുള്ള എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് മാറ്റി വയ്ക്കും. പ്രൊഫഷണൽ സം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള വർക്കിന് വേണ്ടിയിട്ട് നമ്മളൊരു എമൗണ്ട് മാറ്റി വയ്ക്കും. ആ
എമൗണ്ടിനെയാണ്, ആ ഒരു ടേമിനെയാണ് എന്തോന്ന് പറയുന്നത്, പ്രൊഫഷണൽ സം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ എമൗണ്ട് പ്രൊവൈഡഡ് ഇൻ ദ എസ്റ്റിമേറ്റ് ഫോർ സം സ്പെഷ്യൽ വർക്ക് ടു ബി ഡൺ ബൈ സ്പെഷ്യൽ ഫേം. ഓക്കെ, അതായത് ആ സ്പെഷ്യൽ വർക്ക് ഒരു സ്പെഷ്യൽ ഫേം വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ഹൂസ് ഡീറ്റെയിൽസ് ആർ നോട്ട് നോൺ അറ്റ് ദ ടൈം ഓഫ് പ്രിപ്പയർ എസ്റ്റിമേറ്റ്. അവരുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അവരുടെ റേറ്റ് നമുക്ക് എസ്റ്റിമേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയില്ലായിരിക്കും. സോ അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മളൊരു എമൗണ്ട്, സർട്ടൻ എമൗണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും. ഓക്കെ, അതിനെയാണ് എന്തോന്ന് പറയുന്നത്, പ്രൊഫഷണൽ സം എന്ന് പറയുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ ഒരു എസ്കലേറ്റർ വയ്ക്കുന്നെങ്കിലോ അല്ലെങ്കിൽ ഒരു ലിഫ്റ്റ് വയ്ക്കുന്നെങ്കിലോ അങ്ങനെയുള്ള വർക്കൊക്കെ നമ്മളൊരു സ്പെഷ്യൽ ഫേമിനായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. സോ അവരുടെ എമൗണ്ട് നമുക്ക് അറിയില്ലായിരിക്കും, നമ്മൾ എസ്റ്റിമേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അറിയില്ലായിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എമൗണ്ട് മാറ്റി വയ്ക്കും. അതിനെയാണ് എന്തോന്ന് പറയുന്നത്, പ്രൊഫഷണൽ സം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടേമാണ് പ്രൊഫഷണൽ ക്വാണ്ടിറ്റി. പ്രൊഫഷണൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ വെൻ ദ ക്വാണ്ടിറ്റീസ് ഓഫ് ദ പർട്ടിക്കുലർ ഐറ്റംസ് ആർ നോട്ട് സർട്ടൈൻ, പ്രൊഫഷണൽ ക്വാണ്ടിറ്റി ആർ പ്രൊവൈഡഡ് സ്പെഷ്യലി ഫോർ സച്ച് ഐറ്റംസ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സ്കവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ എക്സ്കവേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സോയിലിൻ്റെ എല്ലാ ലെവൽ അല്ലെങ്കിൽ ആ ഒരു പ്ലോട്ടിൻ്റെ എല്ലാ ലെവലിലും ഒരുപോലെ ആയിരിക്കത്തില്ല അതിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ കുറച്ച് നമുക്ക് ഡീപ്പിൽ എക്സ്കവേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്തോന്ന് കിട്ടത്തുള്ളൂ, ഹാർഡ് സോയിൽ, ഹാർഡ് സ്ട്രാറ്റ നമുക്ക് കിട്ടത്തുള്ളൂ. സോ നമുക്ക് ഫൗണ്ടേഷൻ അതുവരെ കൊടുക്കേണ്ടി വരും. പക്ഷേ ചില സ്ഥലത്ത് അതിനേക്കാളും കുറച്ച് ദൂരം നമ്മൾ കുഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഹാർഡ് സ്ട്രാറ്റ കിട്ടും. സോ അവിടെ എന്താണ് അപ്പോൾ ഫൗണ്ടേഷൻ്റെ ലെങ്തിൽ ഡിഫറൻസ് വരെയാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു പ്രൊഫഷണൽ ക്വാണ്ടിറ്റിയുടെ കാര്യത്തിലായിരിക്കും എഴുതുന്നത്. ഓക്കെ, പ്രൊഫഷണൽ ക്വാണ്ടിറ്റി എന്ന ഹെഡിങ്ങിലായിരിക്കും നമ്മൾ ആ ഒരു സ്പെഷ്യൽ ഐറ്റംസ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ പ്രൊഫഷണൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊഫഷണൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, വെൻ ദ ക്വാണ്ടിറ്റീസ് ഓഫ് ദ പർട്ടിക്കുലർ ഐറ്റംസ് ആർ നോട്ട് സർട്ടൻ, പ്രൊഫഷണൽ ക്വാണ്ടിറ്റീസ് ആർ പ്രൊവൈഡഡ് സ്പെഷ്യലി ഫോർ സച്ച് ഐറ്റംസ്. ഓക്കെ, അതിനൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു പ്ലോട്ടിൻ്റെ എല്ലാ സ്ഥലത്തും അതിൻ്റെ സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി സെയിം ആയിരിക്കത്തില്ല. സോ നമ്മൾ എക്സ്കവേഷൻ ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിൽ കുറച്ച് ഡീപ്പായിട്ട് എക്സ്കവേഷൻ ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു ആവറേജ് എമൗണ്ട് ആയിരിക്കും നമ്മൾ ഈ ഒരു എസ്റ്റിമേഷനിൽ കൊടുക്കുക. ഓക്കെ, അതിനെയാണ് ഈ പ്രൊഫഷണൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ദെൻ അടുത്ത ടേമാണ് പ്ലിന്ത് ഏരിയ ഓർ ബിൽട്ടപ്പ് ഏരിയ. ഓക്കെ, പ്ലിന്ത് ഏരിയ അല്ലെങ്കിൽ ബിൽട്ടപ്പ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ ബിൽട്ടപ്പ് കവേർഡ് ഏരിയ ഓഫ് എ ബിൽഡിംഗ് മെഷേർഡ് അറ്റ് ഫ്ലോർ ലെവൽ ഓഫ് എനി സ്റ്റോറി. അതായത് ഇപ്പോൾ ഒരു 2 നില ബിൽഡിംഗ് ആണെങ്കിൽ ഫസ്റ്റ് നില ഫ്ലോർ ലെവലിൽ നമ്മൾ ടോട്ടൽ ഏരിയ എടുക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ നിലയിലും ഫ്ലോർ ഏരിയ ലെവലിൽ നമ്മൾ പ്ലിന്ത് ഏരിയ കാണും. ഇതിന് ടോട്ടൽ എടുക്കുന്നുണ്ട്. അതിനെയാണ് പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്ലിന്ത് ഏരിയയിൽ ഉൾപ്പെടുത്താത്ത കാര്യങ്ങളുണ്ട്. അതായത് ഫോളോവിങ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ പ്ലിന്ത് ഏരിയ. പ്ലിന്ത് ഏരിയയിൽ ഉൾപ്പെടാത്ത കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേതാണ് കോർട്ട്യാർഡ്, ഓപ്പൺ ഏരിയ, ബാൽക്കണീസ്, കാൻഡിലിവർ പ്രൊജക്ഷൻ, സൺഷെയ്ഡ്, കാൻഡിലിവർ കാർപോർട്സ്, ഏരിയ ലോഫ്റ്റ്, ഇന്റേണൽ ഷാഫ്റ്റ് ഓഫ് സൈസ് ഗ്രേറ്റർ ദാൻ 2 mm. ഈ ഏരിയ ലോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചില വീടുകളിൽ തട്ടിൻ പുറം കാണുമല്ലോ, അതൊന്നും നമ്മൾ ഈ ഒരു പ്ലിന്ത് ഏരിയയിൽ ഉൾപ്പെടുത്തില്ല. അതുപോലെ ഇന്റേണൽ ഷാഫ്റ്റ് ഓഫ് സൈസ് ഗ്രേറ്റർ ദാൻ 2 m² എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ലിഫ്റ്റൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ലിഫ്റ്റിൻ്റെ ആ ഒരു ഏരിയ 2 m² കൂടുതലാണെങ്കിൽ ആ ഏരിയയെ നമ്മൾ പ്ലിന്ത് ഏരിയയിൽ ഉൾപ്പെടുത്തൂല. ഓക്കെ, ഇപ്പോൾ പ്ലിന്ത് ഏരിയ അല്ലെങ്കിൽ ബിൽട്ടപ്പ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇറ്റ് ഈസ് ദ ബിൽട്ടപ്പ് കവേർഡ് ഏരിയ ഓഫ് എ ബിൽഡിംഗ് മെഷേർഡ് അറ്റ് ഫ്ലോർ ലെവൽ ഓഫ് എനി സ്റ്റോറി. അതായത് ഇപ്പോൾ 2 നില ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് നില ഫ്ലോർ ലെവലിൽ നമ്മൾ ആ ഒരു ഏരിയ എടുക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ നിലയിലെയും ഫ്ലോർ ലെവലിൽ ആ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്തെടുക്കും. അതിനെയാണ് എന്തോന്ന് പറയുന്നത്, പ്ലിന്ത് ഏരിയ അല്ലെങ്കിൽ ബിൽട്ടപ്പ് ഏരിയ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ചിലപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ നമ്മൾ ബേസ്മെൻറ്റ് ചെയ്തിട്ട് DPC ചെയ്യാറുണ്ട്. സോ അതിൽ നിന്ന് ഒരു പ്രൊജക്ഷൻ പുറത്തോട്ട് വരും. അതായത് പ്ലിന്ത് ഏരിയ ഓഫ്സെറ്റ് എന്ന് പറയുന്നത്, ആ പ്ലിന്ത് ഏരിയ ഓഫ്സെറ്റ് നമ്മൾ ഈ ഒരു ഇതിൽ ഉൾപ്പെടുത്തൂല. അത് എക്സ്ക്ലൂഡിങ് ആണ്. ഓക്കെ, പ്ലിന്ത് ഏരിയ ഓഫ്സെറ്റ്, ഈ ഒരു പ്ലിന്ത് ഏരിയ എടുക്കുമ്പോൾ പ്ലിന്ത് ഏരിയ ഓഫ്സെറ്റ് നമ്മൾ ഉൾപ്പെടുത്തൂല. ഈ പ്ലിന്ത് ഏരിയ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആ ഒരു പ്ലിന്ത് ലെവലിൽ നിന്ന് കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വരും. ആ ഏരിയ നമ്മൾ പ്ലിന്ത് ഏരിയ എടുക്കുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യില്ല. ഓക്കെ, ആ ഒരു കാര്യം കൂടെ ഓർമ്മിക്കണം. അടുത്ത ടൈമാണ് ഫ്ലോർ ഏരിയ. ഫ്ലോർ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ഫോർമുലയായിട്ട് പഠിച്ചാൽ മതി. ഫ്ലോർ ഏരിയ എന്ന് പറഞ്ഞാൽ പ്ലിന്ത് ഏരിയ മൈനസ് ഏരിയ ഒക്യുപ്പൈഡ് ബൈ വാൾ. പ്ലിന്ത് ഏരിയ നമുക്കറിയാം, ആ പ്ലിന്ത് ഏരിയയിൽ നിന്ന്
ഏതൊക്കെ വാള് ഓക്കുപ്പൈ ചെയ്യുന്ന ടോട്ടൽ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോർ ഏരിയ കിട്ടി. ഇനി ഓപ്പണിങ്സ് ആർ എക്സ്ക്ലൂഡഡ് ഇൻ ഫ്ലോർ ഏരിയ. ഈ ഡോറിൻ്റെ ഓപ്പണിങ്, വിൻഡോ ഓപ്പണിങ് അതൊന്നും നമ്മൾ ഈ ഫ്ലോർ ഏരിയ ഉൾപ്പെടുത്തില്ല. ഓക്കെ, ദെൻ അടുത്ത ടൈമാണ് ഫ്ലോർ ഏരിയ റേഷ്യോ അല്ലെങ്കിൽ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ ബിൽഡപ്പ് ഏരിയ ഓഫ് എ ബിൽഡിംഗ് ടു ദ ബിൽട്ടബിൾ ലാൻഡ് ഏരിയ. ഇപ്പോൾ ഒരു 10 സെൻറ്റ് ഒരു പ്ലോട്ട് 10 സെൻറ്റാണ്. ആ 10 സെൻറ്റ് പ്ലോട്ടിൻ്റെയും ഏരിയ നമ്മൾ മീറ്റർ സ്ക്വയറിൽ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ ഏരിയ നമ്മൾ കാണും. ഓക്കെ, അത് തമ്മിലുള്ള ആ ഒരു റേഷ്യോനെയാണ് ഫ്ലോർ ഏരിയ റേഷ്യോ അല്ലെങ്കിൽ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ആ റേഷ്യോ ഓരോ സ്ഥലങ്ങളും ഡിഫറൻ്റ് ആയിരിക്കും. അതായത് പ്ലോട്ട് ഏരിയയിൽ ഇത്ര ഏരിയ മാത്രമേ, ഇത്ര പെർസെൻറ്റേജ് മാത്രമേ ബിൽഡിംഗ് വരാവൂ, അങ്ങനെ റൂളുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു ഫ്ലോർ ഏരിയ റേഷ്യോ അല്ലെങ്കിൽ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ ബിൽട്ടപ്പ് ഏരിയ ഓഫ് എ ബിൽഡിംഗ് ടു ദ ബിൽട്ടബിൾ ലാൻഡ് ഏരിയ. അതായത് ടോട്ടൽ ലാൻഡ് ഏരിയയിൽ എത്ര പെർസെൻറ്റേജ് ആണ് ബിൽഡിംഗ് ഇരിക്കുന്നതെന്ന് കാണും. അതാണ് ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഫ്ലോർ ഏരിയ റേഷ്യോ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ടൈമാണ് സർക്കുലേഷൻ ഏരിയ. ഓക്കെ, സർക്കുലേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ആൾ അല്ലെങ്കിൽ ഒരു പേഴ്സൺ മൂവ്മെൻറ്റ് ചെയ്യുന്ന ഏരിയനെയാണ് സർക്കുലേഷൻ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ ഫ്ലോർ ഏരിയ ഓഫ് വരാന്ത, ബാൽക്കണി, പോർച്ച്, കോറിഡോർ, എൻട്രൻസ് ഹാള്, സ്റ്റെയർ കേസ്, ഷാഫ്റ്റ് ഓഫ് ലിഫ്റ്റ് എക്സെട്ര വിച്ച് ആർ യൂസ്ഡ് ഫോർ മൂവ്മെൻറ്റ് ഓഫ് പേഴ്സൺ. ഒരു പേഴ്സൺ മൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസിനെയാണ് സർക്കുലേഷൻ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സർക്കുലേഷൻ ഏരിയ 2 ടൈപ്പ് ഉണ്ട്. അതൊക്കെയുണ്ട്, ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ ഉണ്ട്, വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ ഉണ്ട്. ഹൊറിസോണ്ടൽ സർക്കുലേഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റിനുള്ളതാണ് ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ. വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? വെർട്ടിക്കൽ മൂവ്മെൻറ്റ്, അതായത് ലിഫ്റ്റ്, സ്റ്റെയർ അതുപോലുള്ളത്. ഇനി ഈ ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയയിലും വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയയിലും പെർസെൻറ്റേജ് ഉണ്ട്. ഓക്കെ, ഈ ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയയിൽ പെർസെൻറ്റേജ് വരുന്നത് 10 മുതൽ 15% ഓഫ് പ്ലിന്ത് ഏരിയ ആണ്. ഓക്കെ, 10 മുതൽ 15% ഓഫ് പ്ലിന്ത് ഏരിയ ആണ് ഈ ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ വരുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ എത്രയാണ്? പ്ലിന്ത് ഏരിയയുടെ 10 മുതൽ 15% ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ. ഇനി വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ 4 to 5% ആയിരിക്കണം. ഓക്കെ, പ്ലിന്ത് ഏരിയയുടെ 4 to 5% ആയിരിക്കണം വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ. ഓക്കെ, ആ പെർസെൻറ്റേജ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം അവിടെ നോക്കണം. ഓക്കെ, ദെൻ അടുത്ത ടൈമാണ് കാർപ്പറ്റ് ഏരിയ അല്ലെങ്കിൽ ലീവബിൾ ഏരിയ അല്ലെങ്കിൽ ലെറ്റബിൾ ഏരിയ അല്ലെങ്കിൽ യൂസബിൾ ഏരിയ. ഏതൊക്കെയാണ് പേര്? കാർപ്പറ്റ് ഏരിയ, ലീവബിൾ ഏരിയ, ലെറ്റബിൾ ഏരിയ, യൂസബിൾ ഏരിയ. ഇത് ആ പേരിൽ തന്നെയുണ്ട്. കാർപ്പറ്റ് ഇടുന്ന ഏരിയസിനാണ് കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് ദ ബിൽഡിംഗ് എക്സ്ക്ലൂഡിങ് സർക്കുലേഷൻ ഏരിയ, സാനിറ്ററി അക്കോമഡേഷൻ, കിച്ചൺ, ടോയ്ലറ്റ് ആൻഡ് വാഷിംഗ് ക്ലോസറ്റ്, സ്റ്റോർ റൂം. ഇതൊന്നും ഈ ഒരു കാർപ്പറ്റ് ഏരിയയിൽ ഉൾപ്പെടില്ല. അപ്പോൾ ഏതൊക്കെയായിരിക്കും കാർപ്പറ്റ് ഏരിയ വരുന്നത്? നമ്മുടെ ലിവിങ് റൂം, ബെഡ്റൂം, ഇതൊക്കെ ആയിരിക്കും കാർപ്പറ്റ് ഏരിയയിൽ ഉൾപ്പെടുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഉൾപ്പെടാത്തതാണ്. അതായത് സാനിറ്ററി അക്കോമഡേഷൻ, സർക്കുലേഷൻ ഏരിയ, കിച്ചൺ, ടോയ്ലറ്റ് ഇതൊന്നും കാർപ്പറ്റ് ഏരിയയിൽ വരില്ല. ഈ സർക്കുലേഷൻ ഏരിയയിൽ തന്നെ നമുക്ക് ഈ വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയയും ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയയും വരും. ഓക്കെ, ഇനി ഈ കാർപ്പറ്റ് ഏരിയ തന്നെ ഓഫീസ് ബിൽഡിങ്ങിന് ഇത്ര പെർസെൻറ്റേജ് ഉണ്ട്. ഓഫീസ് ബിൽഡിങ്ങിന് വരുന്നത് 60 മുതൽ 75% ആണ്. ഓക്കെ, 60 മുതൽ 75% ഓഫ് പ്ലിന്ത് ഏരിയ ആണ്. ഇനി റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് 50 മുതൽ 65% ഓഫ് പ്ലിന്ത് ഏരിയ ആണ്. ഓക്കെ, എത്രയാണ്? ഓഫീസ് ബിൽഡിങ്ങിനാണെങ്കിൽ 60 മുതൽ 75% ഓഫ് പ്ലിന്ത് ഏരിയ ആണ്. റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ 50 മുതൽ 65% ഓഫ് പ്ലിന്ത് ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ എസ്റ്റിമേഷനിലുള്ള ടെക്നിക്കൽ ടേംസ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.